ഇന്ന് കേരളത്തിൽ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ കടം മേടിച്ചിട്ടാണെങ്കിലും മോഹിച്ചതെല്ലാം മക്കൾക്ക് നിവർത്തിച്ചു കൊടുക്കലാണ്. അവരുടെ തോന്യാസങ്ങൾക്ക് ചൂട്ടുപിടിക്കലാണ്. വിജയങ്ങൾക്ക് പിറകെ പോകലാണ്. വിദ്യാലയത്തിലാകട്ടെ അധ്യാപകർ വിദ്യാർത്ഥികൾക്കും വിജ്ഞാനത്തിനുമിടയിലെ ഒത്താശക്കാർ മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. ഇതിനൊരു പരിഹാരം മാറ്റം മാത്രമാണ്. വില്യം ഗോൾഡിങ്ങിന്റെ വിശ്വപ്രസിദ്ധമായ ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന നോവൽ നമ്മൾ 101 വായിക്കേണ്ട സമയമാണിതെന്ന് തോന്നുന്നു. ഏതോ ലോകയുദ്ധ പശ്ചാത്തലത്തിൽ 60ഓളം കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് വിമാനത്തിൽ മാറ്റുന്നതാണ് കഥയുടെ കാതൽ. നിർഭാഗ്യവശാൽ വിമാനം തകരുന്നു. പൈലറ്റ് മരിക്കുന്നു. കുട്ടികൾ വിജനമായ ദ്വീപിൽ ഒറ്റപ്പെടുന്നു. സുഖസുന്ദരമാണ് ദ്വീപ സമൂഹമെങ്കിലും കളിച്ചു രസിച്ച് കഴിയുകയല്ല വീരന്മാർ ചെയ്യുന്നത്. പകരം അവർ ചേരിതിരിഞ്ഞ് പോരാടുന്നു. പലർക്കും പരിക്കേൽക്കുന്നു. ഒരു കുട്ടി മരിച്ചു പോകുന്നു. ഇരുണ്ട മനുഷ്യപ്രകൃതത്തെ വെളിപ്പെടുത്തുന്ന ഈ നോവൽ സാംസ്കാരികാനുകൂല ശീലമില്ലെങ്കിൽ ദൈവപ്രതിരൂപങ്ങൾ പോലും ചെകുത്താൻ കുഞ്ഞുങ്ങളായി പരിണമിക്കുമെന്നാണ് ധ്വനിപ്പിക്കുന്നത്. അങ്ങനെയൊരു പരിണാമം ആഗോളതലത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അമേരിക്കയിലും മറ്റും 16 വയസ്സുകാരൻ തോക്കെടുത്ത് 18 സഹപാഠികളെ വെടിവെച്ചു കൊന്ന കാര്യം നമ്മൾ മറക്കാൻ സാധ്യതയില്ല. മാതാപിതാക്കളെ തല്ലുന്ന മക്കളിലൂടെയും ക്ലാസ്മേറ്റിനെ കക്കൂസ് വെള്ളം കുടിപ്പിക്കുന്ന കൗമാരക്കാരിലൂടെയും പ്രിൻസിപ്പലിനെ കൊല്ലുമെന്ന് കയർക്കുന്ന കുട്ടിയിലൂടെയും നമ്മളും അമേരിക്കൻ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥാവിശേഷത്തിൽ പാരന്റിംഗിൽ മാതാപിതാക്കളും ടീച്ചിങ്ങിൽ അധ്യാപകരും അവരുടെ സമീപനം അടിമുടി മാറ്റിപ്പണിയേണ്ടി വരും. അല്ലെങ്കിൽ വില്യം ഗോൾഡിങ്ങിന്റെ നോവലിലെ പോലെ കേരളത്തിലും പ്രത്യക്ഷപ്പെടും. ഇന്ന് കേരളത്തിൽ പൊതുവെ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ കടം മേടിച്ചിട്ടാണെങ്കിലും മോഹിച്ചതെല്ലാം മക്കൾക്ക് നിവർത്തിച്ചു കൊടുക്കലാണ്. അവരുടെ തോന്യാസങ്ങൾക്ക് ചൂട്ടുപിടിക്കലാണ്. കഴുത്തറപ്പൻ മത്സരത്തിന് കുട്ടികളെ പ്രേരിപ്പിക്കലാണ്. വിജയം മാത്രമാണ് ജീവിതമെന്ന് പഠിപ്പിക്കലാണ്. വിദ്യാലയത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ മക്കളെ പിന്തുണച്ച് അധ്യാപകരുടെ മേക്കെട്ട് കയറലുമാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് മക്കളിലേക്ക് തിരിഞ്ഞു നോക്കാതെ രക്ഷിതാക്കൾ സുഖം തേടി പോകലാണ്. ഇന്നത്തെ ടീച്ചിങ് ആകട്ടെ ചുമ്മാ ഫെസിലിറ്റേറ്റർ, അതായത് വിദ്യാർത്ഥിക്കും വിജ്ഞാനത്തിനുമിടയിലെ ഒത്താശക്കാർ മാത്രമായി അധ്യാപകർ ചുരുങ്ങിപ്പോകുന്നു. മൂല്യാധിഷ്ഠിത അധ്യാപനത്തെ അഗണ്യകോടിയിൽ തള്ളലാണ്. ടീച്ചിങ് രംഗത്ത് അധ്യാപകർ പാലിക്കേണ്ട സുവർണ തത്വം വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെതാണ്. സിലബസ് പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം കാരുണ്യവും സഹതാപവും പരക്ലേശ വിവേകവും വിദ്യാർത്ഥികളിൽ അങ്കുരിപ്പിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യണം. ലോർഡ് ഓഫ് ദി ഫ്ലൈസിലെ വിധി നമ്മുടെ കുട്ടികൾക്ക് വരാതിരിക്കാനായി പാരന്റിംഗ് രംഗത്ത് മാതാപിതാക്കളും ടീച്ചിങ് രംഗത്ത് അധ്യാപകരും പിന്തുടരേണ്ട മാർഗങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സ്നേഹം, കാരുണ്യം, അപരപരിഗണന, ദയ തുടങ്ങിയ മനുഷ്യഗുണങ്ങളുള്ള വ്യക്തികളായി മക്കളെ വളർത്തലാണ് യഥാർത്ഥ പാരന്റിംഗ് എന്ന മാതാപിതാക്കൾ തിരിച്ചറിയലാണ് ഒന്നാമത്തെ കാര്യം. ശരിയും തെറ്റും നിർണയിച്ചു കൊടുത്ത് കുട്ടികളെ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കുക. സ്വന്തം മക്കൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന നിലപാടും ഒരിക്കലും സ്വീകരിക്കരുത്. ഇമോഷണൽ ഇന്റലിജൻസ് വളർത്തണം. സഹജീവികളെ അഭിനന്ദിക്കാനും അവരോട് നന്ദി പ്രകാശിപ്പിക്കാനും പഠിപ്പിക്കണം. കൂടാതെ അഗാധ സ്നേഹമുള്ള രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷണങ്ങൾ നല്ലത് ചെയ്താൽ ലഭിക്കുന്ന റിവാർഡുകളേക്കാൾ മഹത്തര ഫലങ്ങളാണ് കുട്ടികളിൽ സൃഷ്ടിക്കുക എന്നതിന്റെ ദൃഷ്ടാന്തങ്ങളും ചരിത്രത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.